എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് ചെറുപയർ നമ്മൾ ഒരു 5-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തത് നല്ല സോഫ്റ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 മണി പലഹാരമാണ്. അപ്പം തെറ്റിദ്ധരിക്കേണ്ട, മറ്റേ നമ്മുടെ എന്താ പറയുന്നത് സുഖിയനൊന്നുമല്ല, അതിനേക്കാളൊക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകം കൂടെ എടുത്തിട്ടുണ്ട്. അതെ, ഇത് ഇപ്പൊ ഈ സംഭവങ്ങൾ നമുക്കൊന്നുണ്ടല്ലോ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണ്ട, അല്ല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അപ്പൊ അതായത് നമ്മളെ മിക്സിയില് നമ്മുടെ ചെറുപയർ അപ്പൊ ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ വെടിസോപ്പ് അല്ല നമ്മുടെ പെരിഞ്ജീരകം. അപ്പൊ അത് നമ്മൾ കഴുകി എടുത്താണ്, അതുകൊണ്ട് ഈ ഒട്ടി പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതും കൂടി ഇട്ട് അപ്പൊ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പേസ്റ്റ് ആകണ്ട, അല്ല ഇത് എന്താ പറയുന്നത് അരഞ്ഞങ്ങ് പോകണ്ട, ക്രഷ് ചെയ്തെടുക്കുക. അപ്പോഴേ നമ്മളിത് നല്ല എന്താ പറയുന്നത് അതിന്റെ കറക്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തു. വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചില്ല, അല്ലാതെ തന്നെ നമ്മൾ ആ കുതിർത്ത് വെച്ച ആ ഒരു ഇതില്ല, ആ ഇതിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുത്തത്. അപ്പൊ നമുക്ക് ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇത് നമ്മൾ കൈയിട്ടെടുക്കണം. നല്ല കട്ടിയാണ് സാധനം. അങ്ങനെ കട്ടിയായിട്ട് കിട്ടിയാലേ നമ്മൾ വിചാരിച്ച ആ ഒരു സംഭവം റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ചെറുപയറിന്റെ കേട്ടോ നമ്മൾ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നമുക്കിത് പച്ച കളറിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് കുറച്ച് സാധനങ്ങൾ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പൊ നമ്മുടെ പൊടിയുപ്പ് എടുത്തിരിക്കുന്നത്, കല്ലുപ്പ് ആണെങ്കിൽ കല്ലുപ്പ് വേണ്ടത് നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ ഇഞ്ചി, അത് ഏകദേശം ഒരു ശകലം, അപ്പൊ അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്, അത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇച്ചിരി നല്ല എരിയുള്ള പച്ചമുളക്, അപ്പൊ അതും കൂടെ നമുക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് സവോള, ഒരു ചെറിയ സവോള അത്ര എടുത്തിട്ടുള്ളൂ നമ്മൾ കേട്ടോ. അപ്പൊ അതും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നല്ല അടിപൊളിയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതാണ് നമ്മുടെ പരിപാടി. ഇത് ഞെരടി മിക്സ് ചെയ്യുന്നത് വേണ്ട, ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ നാക്കിയെടുത്ത സംഭവം സെറ്റായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പം നമ്മുടെ ആദ്യത്തെ കലാപരിപാടി നമ്മുടെ കഴിഞ്ഞു. അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചീനച്ചട്ടിയിലെ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരു ചെറിയ ബൗളിൻ്റെ അകത്ത് സ്വല്പം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിലൊന്ന് കൈ മുക്കിയതിന് ശേഷം നമുക്ക് ഇത് ചെറിയ കുഞ്ഞു ബോളാക്കി എടുക്കണം. ഒത്തിരി നമ്മൾ ഷേപ്പ് നോക്കണ്ട, എന്നിട്ട് പയ്യെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ചറവറ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഒരുപാട് വലുപ്പമാകുന്നത് കേട്ടോ. ഒരുപാട് വലുപ്പമായി കഴിഞ്ഞുണ്ടല്ലോ അകം വേകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്ക് കുഞ്ഞു ബോളാക്കി ഇട്ട് കൊടുക്കാം. അപ്പൊ കയ്യെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി വെള്ളം തൊട്ടിട്ട് ഇടുന്നത്. അതെ, നമ്മൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ വേറെ ഈ കടലമാവോ അല്ലെങ്കിൽ എന്താ പറയുക മൈദ അങ്ങനത്തെ സാധനം ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനത്തെ സാധനമൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ പറ്റുന്നത്. അപ്പോഴാണ് നമ്മൾ എണ്ണ തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വെള്ളം മാത്രം മതി. അപ്പോൾ നമ്മുടെ സാധനം റെഡിയാകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോ സൈഡ് തിരിച്ച് മറിച്ചു ഇട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. പെട്ടെന്നാകുന്ന സംഭവമല്ല ഇത്. ഇനി അവിടെ കിടന്ന് ഒരു 2 മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ചെറിയ ചെറിയ ബോളല്ല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വേഗണം, അകം വേഗണം. അപ്പൊ അതിനനുസരിച്ച് ഇടുക. അപ്പൊ കൂടുതൽ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് എണ്ണ വിട്ട് ചെയ്യാം. നമുക്കിപ്പോ വളരെ ചെറിയ ഇതായതുകൊണ്ടല്ലേ നമ്മൾ കൂടുതൽ ഇടാതെ 4 എണ്ണം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇതൊന്ന് റെഡിയാക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഇട്ട സംഭവം നല്ല സെറ്റപ്പ് ആയിട്ടുള്ള സാധനം. അപ്പൊ ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ സംഭവം റെഡിയാക്കി കിട്ടും. അടിപൊളി, നല്ല മണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സെറ്റ് കൂടി ഇടാവേ. അതെ, ഇത് ചെറുപയർ എല്ലായ്പ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെ ചെയ്യാതെ
എന്താ പറയുക ചെറുപയർ തോരനോ അല്ലെങ്കിൽ ചെറുപയർ കറിയോ ഒക്കെയാണ് വെക്കുന്നത്. അപ്പൊ ഇതുപോലെ 4 മണി പലഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സുഖിയൻ അങ്ങനത്തെ സാധനം സംഭവം. സുഖിയനൊക്കെ നല്ല കേട്ടോ, അല്ലാതൊന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മൾ ഈ എന്താ പറയാ അതിന്റെ തൊലി ഒന്നും കളയാതെ നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കളർ അതിന്റെ അലകൊന്നും മാറ്റിയിട്ടൊന്നും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം. ചെറുപയർ ഇതുപോലെ ഒരു 8 മണിക്കൂറെങ്കിലും വേണം കേട്ടോ ഇത് കുതിർന്ന് വരണമെന്നുണ്ടെങ്കിൽ. കുതിർക്കുകയും മറ്റേ നമ്മൾ കിളിർപ്പിച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പൊ അതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് ഈ സംഭവം ചെയ്ത് നോക്കിയോ അടിപൊളി തന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത നമ്മളെ സേഷ്വാൻ ചട്നിയോ. സേഷ്വാൻ ചട്നി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ, അത് പലരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു, അതൊന്ന് കണ്ടു നോക്കണേ. അതെ, സേഷ്വാൻ ചട്നിയുടെ ഇത് നമ്മൾ മേളിൽ കൊടുത്തേക്കാൻ സമയം ഒന്ന് കണ്ടോ, അടിപൊളി സാധനമാണ്. ആ ചട്നി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഈ സോസ് ഒക്കെ പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ വളരെ കുറയ്ക്കാം, അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. അതെ, ചപ്പാത്തിക്കൊന്നും പെട്ടെന്ന് നമുക്ക് കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ പൊങ്ങി കെട്ടിയും കൊണ്ടുപോയി ചെയ്യാം. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതെ, അപ്പം എന്തായാലും കൊള്ളാം. ഈ സംഭവം ചെയ്ത് നോക്കിക്കും, അടിപൊളി സാധനമാണ്. പിന്നെ നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്ന് കണ്ടു നോക്കിയിട്ട് അറിയത്തില്ല. അത് തന്നെ. അപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നറുക്കിട്ട് എടുക്കുന്ന ഈ സംഭവം. അപ്പം നമ്മൾ കാണുന്ന വീഡിയോകളിലെല്ലാം എന്താ പറയുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ബെല്ലൊക്കെ അതൊക്കെ ഓൺ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അത് വീഡിയോ പറ്റിയുള്ള അഭിപ്രായവും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്തു. അപ്പം അതിൽ നിന്ന് നമ്മൾ ഒരാഴ്ചത്തെ എല്ലാ കമൻറ്റുകളും എടുത്തിട്ട് നറുക്കെടുക്കും. ആ നറുക്കെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് നമ്മൾ നല്ല അടിപൊളി ഒരു സമ്മാനമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് നേടാൻ വേണ്ടി എല്ലാവരും കരുതിയിരുന്നോളൂ. അപ്പോൾ ഈ സാധനം ചെയ്ത് നോക്കൂ, അടിപൊളി അല്ലേ? പിന്നെ എടുക്കാച്ച സാധനം ചൂടുണ്ട് നല്ലതായിട്ട്, വായ നല്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലോ, അന്യായം പറയാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അടുത്തൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് നമുക്ക് നടക്കണം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തേക്ക് തൽക്കാലം ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.